ഹായ്. സിവിൽ എഞ്ചിനീയേഴ്സിന് നിരവധി അവസരങ്ങളുമായിട്ട് ഒരുപാട് വേക്കൻസികളുമായിട്ട് വരുന്ന അടുത്തൊരു എക്സാമാണ് LSTD ഗ്രേഡ് 3 എക്സാം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് വേക്കൻസികൾ ഒരുപാട് അഡ്വൈസുകൾ പോയിട്ടുള്ള ഈ ഒരു LSTD ഗ്രേഡ് 3 എക്സാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. അപ്പോൾ നമ്മളെ മുന്നിൽ ഒരു 6-7 മാസത്തോളം നമ്മളെ മുന്നിൽ പ്രിപ്പറേഷൻ ടൈം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് ഓവർസിയർ എക്സാംസുകൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവരുണ്ടാവാം, നല്ല മാർക്ക് സ്കോർ ചെയ്തവരുണ്ടാവാം. അപ്പോൾ അതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റുകളിൽ നല്ല റാങ്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നവരുണ്ടാവാം, ഈ വന്ന റാങ്ക് ലിസ്റ്റുകളിലൊക്കെ നല്ല റാങ്ക് നേടിയവരുണ്ടാവും. എന്നാൽ പോലും ചിലപ്പോൾ നമുക്കൊരു ജോലി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റാങ്ക് നേടിയെടുക്കാൻ പറ്റാത്തവരുണ്ടാകാം. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞു, പക്ഷെ എന്ത് ചെയ്യാം, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എക്സാമിൽ കുറച്ചൊന്ന് പാളിപ്പോയി അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റാങ്ക് നേടിയെടുക്കാൻ പറ്റാത്തവരുണ്ടാകാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ളവർക്കൊരു നല്ലൊരു അവസരമാണ് ഈ വരാൻ പോകുന്ന LSTD ഗ്രേഡ് 3 എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു LSTD ഗ്രേഡ് 3 എക്സാമിന് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക്, അതായത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവർ, അതല്ലെങ്കിൽ കുറേ 1-2 വർഷങ്ങൾ മുമ്പൊക്കെ പഠിച്ചു, ഇനി ഒന്ന് റിവൈസ് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ കരുതുന്നവർക്കും വേണ്ടിയിട്ട് ഇതാ സൈലം ടെക്നിക്കൽ പുതിയൊരു റിവിഷൻ ബാച്ച്. അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നില്ല, അതിന് പകരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ പറയുന്നു, അതിൻ്റെ കൂടെ കൂടുതൽ MCQ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പഠിച്ച കാര്യങ്ങളിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു റിവിഷൻ ബാച്ച് ഒരു എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു ഷെഡ്യൂളായിട്ട് അല്ലേ, നമ്മൾ പറയുന്ന ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു എന്താ പറയുന്ന ഷെഡ്യൂൾ അല്ലെങ്കിൽ ടൈം ടേബിളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിനെയും എടുക്കാം. അപ്പോൾ അതുപോലെ ഉള്ള അങ്ങനെ ഒരു ഷെഡ്യൂൾ വേണ്ടവർക്ക്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നേരത്തെ പഠിച്ച് അതൊന്ന് റിവൈസ് ചെയ്യേണ്ടവർക്ക്, അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചെയ്യേണ്ടവർക്കൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയ, ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണ് LSTD ഗ്രേഡ് 3 റിവിഷൻ ബാച്ച്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ജനുവരി 21 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു LSTD ഗ്രേഡ് 3 റിവിഷൻ ബാച്ചിൻ്റെ ഫീ വരുന്നത് 1,999 മാത്രമാണ്. അപ്പോൾ നമ്മുടെ LSTD ഗ്രേഡ് 3 സിലബസിൽ വരുന്ന കംപ്ലീറ്റ് സബ്ജക്റ്റുകൾ BM, BC, സർവേ, എസ്റ്റിമേഷൻ, എഞ്ചിനീയറിംഗ്, ഡ്രോയിങ്, ഓട്ടോകാഡ്, അപ്ലൈഡ് മെക്കാനിക്സ്, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ പറയുന്ന എല്ലാ സബ്ജക്റ്റുകളുടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവ് റിവിഷൻസുകൾ ഏകദേശം നമുക്കൊരു മോർ ദാൻ 150 hours വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ഓരോ ക്ലാസ്സുകളിലും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള കംപ്ലീറ്റ്ലി ലൈവ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സ് ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 21 മുതലാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ നമ്മുടെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസുകൾ ആരംഭിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാനും കുറേ റിവൈസ് ചെയ്യാനും കുറേ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച, അടുത്ത മാസം എന്ന് പറഞ്ഞ് നമ്മളിതിങ്ങനെ ലേറ്റാക്കി കൊണ്ടുപോകരുത്. അപ്പോൾ നിങ്ങൾ ഈ വരാൻ പോകുന്ന LSTD ഗ്രേഡ് 3 എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, നമ്മൾ റിവിഷൻ ആണെങ്കിലും ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഈ ഒരു സമയമാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ജനുവരി 21 തുടങ്ങുന്ന LSTD ഗ്രേഡ് 3 റിവിഷൻ ബാച്ച് എന്തായാലും നിങ്ങൾ ഓൾറെഡി പഠിച്ചവർക്കും പ്രിപ്പയർ ചെയ്തവർക്കൊക്കെ റിവൈസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അപ്പോൾ ആരും മറക്കണ്ട, ജനുവരി 21 നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ബാച്ചിൻ്റെ ഡെയിലി ഒരു 1 to 2 hour ക്ലാസ്സുകൾ വരുന്നത്. അതുപോലെ എക്സാംസുകൾ ഉണ്ടാവും ബാച്ചിൽ. നമ്മൾ ഈ ഓരോ മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകളും അതിൻ്റെ കൂടെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് എക്സാമിനോട് അടുപ്പിച്ച് നമുക്ക് ഏകദേശം 5ഓളം മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറേ MCQകൾ എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, അത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. ഏറ്റവും നല്ലൊരു റാങ്ക് തന്നെ നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു.